യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ചെയ്തിരുന്ന വീഡിയോ ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. പക്ഷേ കുറേ ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ പൊതുവേ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കഥകൾ പറയാനും എല്ലാത്തിനും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എനിക്കെന്തുകൊണ്ട് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, എന്തുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്തുകൂടാന്ന് ആലോചിച്ചിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ടൈം തൊട്ട് ആലോചിക്കുകയാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ടൈം തൊട്ടല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അന്നത്തെ ടൈം ഷെഡ്യൂളും ബിസി ആയിട്ടുള്ള കുറേ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജസിൽ. അപ്പം ആ ഒരു ഇതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത്രയും നാൾ ഒരു 1 ഇയർ ആവുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് പിന്നെയും എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നാലോചിച്ചു. അപ്പം പൊതുവേ PSC SSC ആസ്പിറൻ്റ് ആണ് ഞാൻ. അപ്പോൾ അത് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്റ്റഡി ഷെഡ്യൂൾസും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഈ വീഡിയോ എടുക്കുന്ന ടൈം പൊതുവേ ഒരു 4 മണി 5 മണി റേഞ്ചിലായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ പൊതുവെ പഠിക്കാറാണ് ഉള്ളത്. അപ്പം ബാങ്ക് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഷെഡ്യൂൾ വെച്ച് ബാങ്ക് എക്സാമിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെയിൻറ്റിങ് പരിപാടീസൊക്കെ ഉണ്ട്, ബോറടിക്കുമ്പോഴത്തേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു സ്കെച്ച് ബുക്ക് പോലെ, വേറെ സ്കെച്ച് ബുക്കായിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ പഴയ നോട്ട് എടുത്തിട്ട് സ്കെച്ച് ബുക്കിൻ്റെ ഒരു വർക്കിലൊക്കെ ചെയ്ത് വയ്ക്കുന്നതാണ്. ഇത് വളരെ ചെറിയൊരു ഷോർട്ട് ബ്ലോഗാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തുടങ്ങുന്ന ഒരു ചാനലാണ്. പിന്നെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റിലല്ല വീഡിയോസ് എടുത്തിരുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഈവനിങ് വ്ളോഗായിട്ട് ഇടണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയാണ്. പിന്നെ ഇനിയിപ്പോൾ ചായയാണ് കുടിക്കാൻ പോകുന്നത്. അപ്പം ചായ കിട്ടി, അമ്മ ഉണ്ടാക്കി തന്നപ്പോഴത്തേക്ക് ഒരു 5:30 മണിയായി കാണും. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച് കുറച്ച് പ്രകൃതിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അടുത്ത അമ്മ പേരയ്ക്ക കഴിക്കാൻ തന്നത് കേട്ടോ. അപ്പോൾ പേരയ്ക്കയുടെ ഒരു കോമ്പിനേഷൻ, ചായയും പേരയ്ക്കയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് അമ്പലത്തിൽ പോകാൻ തിരക്ക് ഇട്ട് കുളിച്ച് വന്ന്, പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് പിന്നെ കാണാം.